എങ്കിലും സങ്കടമോ ടെൻഷനോ ഉണ്ടെങ്കിൽ ഈ ദിക്ർ അതിന്റെ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഓതുക. സങ്കടത്തിന്റെ സ്ഥാനത്ത് അല്ലാഹു സന്തോഷം നൽകും എന്ന് പറഞ്ഞ ഒരു ദിക്റാണത്. സങ്കടം നീങ്ങിപ്പോവുക അതൊരു ഖൈറാണ്, നീങ്ങിപ്പോയിട്ട് തലസ്ഥാനത്തൊരു സന്തോഷം വരിക അത് മറ്റൊരു ഖൈറാണ്. ഇങ്ങനെ രണ്ട് ഖൈറും കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഹദീസാണിത്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ ദാസന്റെ മോനാണ്, നിന്റെ ദാസിയുടെ മോനാണ്. ഉമ്മാനി വാപ്പനെ പറയുന്നത് നാസിയതി ബിയദിക. എൻ്റെ തലയുടെ ഫ്രണ്ടിനാണ് നാസിയത്ത് എന്ന് പറയാ. തലയുടെ ചെന്നി എന്ന് പറയില്ലേ, അതാണോ ചെന്നിത്തല എന്ന് പറഞ്ഞത്? ചെന്നി തലയുടെ ചെന്നി ഭാഗം നാസുയത്ത് എന്ന് പറയും. മനുഷ്യൻ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സാധനം ഈ ഫ്രണ്ടിലെ ഭാഗമാണ്. അതിന് പേരുണ്ട് ബ്രെയിൻ്റെ ഈ ഫ്രണ്ട് സൈഡിന്. ഈ ഫ്രണ്ട് ഭാഗമാണ് ഡിസിഷൻ എടുക്കുക. ഒരു കാര്യം വേണോ വേണ്ടയോ, ഒരു കാര്യം തിരഞ്ഞെടുക്കണോ തിരഞ്ഞെടുക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഭാഗം ഇത്. അബൂജഹലിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, അബൂജഹലെങ്ങാനും എൻ്റെ ഹബീബിനെ ഉപദ്രവിക്കുന്ന പണി നിർത്തിയില്ലെങ്കിൽ അബൂജഹലിന്റെ നാസുയത്തിന് ഞാൻ പിടിക്കും. എങ്ങനത്തെ നാസുയ? തിന്മ ചെയ്യുന്ന, നുണ പറയുന്ന അവന്റെ ഈ ഫ്രണ്ട് ഭാഗം, തലയുടെ ഫ്രണ്ട് ഭാഗം, അതിനെ ഞാൻ പിടിക്കും. ഫോർലോക്ക് ഇവിടെ പിടിക്കും ഞാൻ. അവിടെ പറഞ്ഞപ്പോ തിന്മ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ തിന്മയെ ചൂസ് ചെയ്യുന്ന, മനുഷ്യനൊരു തിന്മയെ സെലക്ട് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ഡിസിഷനാണ്, അല്ലേ? ഖാദിബത്തിൻ, നുണ പറയുന്ന. ഇപ്പൊ സത്യമാണോ നുണയാണോ പറയുന്നത്? നുണ പറയാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഭാഗം ഈ ഫോർലോക്കാണ്, ഈ ഫ്രണ്ട് ഭാഗമാണ്. അതെപ്പോഴാണ് മനസ്സിലായത്? അതുകൊണ്ടാണ് നുണ പറയുന്നവർക്ക് ടെസ്റ്റ് എടുത്തുമ്പോൾ ബ്രെയിനിന്റെ ഈ ഭാഗത്താണ് അതിന്റെ സ്റ്റിമുലേഷൻസ് അവർ നോക്കുക, നുണ പറയുന്നുണ്ടോ അല്ലേ എന്നറിയാൻ. സുബ്ഹാനല്ലാഹ്. നാസുയത്തിൻ കാദിബത്തിൻ ഖാദ്. അപ്പോൾ ആ വാക്കാണ് നാസുയ. നാസുയതി ബിയദിക്. അല്ലാഹുവേ, എൻ്റെ ശരീരവും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ ജീവിതവും എല്ലാം നിന്റെ കരങ്ങളിലാണ്. മാദിൻ ഫീ ഹുക്മുക്. നിന്റെ വിധിയെല്ലാം എന്നിലൂടെ നടപ്പാകുന്നതാണ്. നീ എന്ത് വിധിച്ചാലും ഞാനത് ഇന്നുതരാനേ പറ്റുള്ളൂ. അദ്ലുൻ ഫീ ഖളാഉക്. നിന്റെ എല്ലാ ഖളാഉകളും നീ ചെയ്യുന്ന നീതിയാണ് പടച്ചവനെ. നിന്റെ ഹുക്മുകൾ, നിന്റെ വിധി എന്നിൽ നടപ്പാകും. നീയായിട്ട് എനിക്ക് തീരുമാനിക്കുന്ന ഖദറുകൾ അല്ലാഹുവേ, അത് മുഴുവൻ നീതിയാണ്. എനിക്ക് രോഗം വന്നാലും അത് നീതിയാണ്, ആരോഗ്യം തന്നാലും അത് നീതിയാണ്, പൈസ തന്നാലും തന്നില്ലെങ്കിലും, ദാരിദ്ര്യമാണെങ്കിലും സമ്പാദ്യമാണെങ്കിലും അല്ലാഹുവേ, ഇത് മുഴുവനും നിന്റെ നീതിയാണ്. അങ്ങനെയാണ്. നിങ്ങൾ 10 സെന്റ് ഭൂമി വാങ്ങിയാൽ എവിടെ കിണർ കുഴിക്കണം, എവിടെ സെപ്റ്റിക് ടാങ്ക്, ഇത് നിങ്ങളുടെ അധികാരമാണ്. ഭൂമിക്ക് പരാതി പറയാൻ പറ്റൂല. എന്റെ പിന്നെ പിടിച്ചിട്ട് ഒരു സെപ്റ്റിക് ടാങ്കിനാക്കി കൊടുത്തത്, എന്റെ സ്ഥാനത്ത് കാർപോർച്ച് ആക്കിയ പോലെ അതൊന്നും പറയാൻ പറ്റുമോ? നിങ്ങൾ അതിന്റെ അധികാരമുള്ള ആളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ത് വിധിച്ചാലും അത് റബ്ബിന്റെ അദിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനോട് അല്ലാഹുമ്മ ആമിൽനാ ബിഫദ്ലിക ലാ ബിഅദ്ലിക. അല്ലാഹു, നീ നിന്റെ നീതി കൊണ്ട് ഞങ്ങളോട് പെരുമാറണ്ട. കാരണം നീതി എന്ന് നമ്മൾ അർഹിക്കുന്നതാണ് നമ്മൾക്ക് നീതി എന്ന് പറയാം. ഞങ്ങൾ അർഹിക്കുന്നതിന് പക്ഷേ നരകമായിരിക്കും. അതുകൊണ്ട് അല്ലാഹു, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളോട് പെരുമാറണമേ. നിന്റെ ഫദ്ല് കൊണ്ട് പെരുമാറണം, അദിൽ കൊണ്ടല്ല. അതിൽ കൊണ്ടല്ല പെരുമാറിയാൽ നമുക്ക് അല്ലാഹു അദാബ് തരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ആമിൽനാ ബിഫദ്ലിക ലാ ബിഅദ്ലിക യാ അല്ലാഹ്. അല്ലാഹു, നിന്റെ അദൽ കൊണ്ടല്ല, നിന്റെ ഫദ്ല് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് റബ്ബേ നീ ഞങ്ങളോട് പെരുമാറണമേ. ആ ദുആയുടെ ആരംഭം അതാണ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക മാ നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖളാഉക അസ്അലുക. എന്നോട് ഞാൻ ചോദിക്കുകയാണ്, ബികുല്ലി ഇസ്മിൻ ഹുവ ലക. നിന്റെ എല്ലാ ഇസ്മുകളെയും മുൻനിർത്തി ചോദിക്കുകയാണ്. ഹുവലക്, നിനക്ക് അവകാശപ്പെട്ടതായ എല്ലാ ഇസ്മുകളും. സമ്മൈത ബിഹി നഫ്സക്, നിന്റെ നഫ്സിന് യാ അല്ലാഹ് അവിടുന്ന് പേര് വെച്ചിട്ടുള്ള ഇസ്മുകൾ. ഔ അൻസൽതഹു ഫീ കിതാബിക്, അല്ലെങ്കിൽ റബ്ബേ അല്ലാഹുവേ, നിന്റെ കിതാബുകളിൽ നീ ഇറക്കിയിട്ടുള്ള നിന്റെ പേരുകൾ. അത് മുഴുവൻ എനിക്കറിയില്ല. അല്ലാഹുവിന്റെ കിതാബ് സബൂറുണ്ട്, ഇൻജീലുണ്ട്, തൗറാത്തുണ്ട്. അതിൽ പറഞ്ഞ റബ്ബിന്റെ ഇസ്മുകൾ നമുക്കറിയില്ല, പൂർണ്ണമായി നമുക്ക് കിട്ടിയില്ല. കാരണം അതിന്റെ ഒറിജിനൽ കോപ്പികൾ നമ്മുടെ കയ്യിൽ ഇന്ന് ലോകത്ത് ലഭ്യമല്ല.
റസൂലുള്ളാഹി നിങ്ങളുടെ കാലത്ത് പോലും ലഭ്യമല്ല അതിൻ്റെ ഒറിജിനൽ. അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ ഇസ്മുകൾ ഒരുപാടുണ്ട് റബ്ബേ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത നിന്റെ ഇസ്മുകൾ. അല്ലാഹു ചില ആരിഫീങ്ങൾക്ക് ചില ഇസ്മുകൾ പഠിപ്പിച്ചു, അതിന് വേറെ തെളിവ് വെച്ചാൽ അറിയില്ല, അവർക്കും പടച്ചവന് മാത്രമേ അറിയുള്ളൂ. അത് അല്ലാഹുവിന്റെ അംബിയാഇനെ അറിയിച്ചു കൊടുത്ത ഇസ്മുകൾ, അല്ലാഹുവിന്റെ ഖവാസുൽ ഖവാസ്, അല്ലാഹു തആല തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അവർക്ക് അല്ലാഹു തആല നൽകുന്ന മഫാത്തിഹുൽ ഗൈബ് ഉണ്ട്. അല്ലംതു അഹദൻ മിൻ അവസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബ് ഇൻദക്, നിന്റെ ഗൈബിന്റെ ഇൽമിൽ, അജ്ഞാനമായ അറിവുകളിലായി അല്ലാഹുവേ നീ സൂക്ഷിച്ചു വെക്കുന്ന, ആരാർക്കും നീ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത, പറഞ്ഞു കൊടുക്കാനിടയില്ലാത്ത, ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഇസ്മുകളും നിനക്കുണ്ടല്ലോ പടച്ചവനെ. ആ ഇസ്മുകൾ മുഴുവനും മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്. എന്ത്? അൻ തജഅലൽ ഖുർആനൽ അദീമ റബീഅ ഖൽബി, ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തരേണമേ. വനൂറ സ്വദരി, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കി തരേണമേ. വജലാഅ ഹുസ്നി, എൻ്റെ സങ്കടം നീങ്ങിപ്പോകാൻ കാരണമാക്കി തരേണമേ. അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല ആ മനുഷ്യൻ്റെ മകാന ഗമ്മിഹി ഫറഹ, അവരുടെ സങ്കടത്തിൻ്റെ സ്ഥാനത്ത് അല്ലാഹു സന്തോഷം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.